ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലെത്തിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരിടത്തൊരിടത്ത് രാധ എന്നു പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾ വളരെ നന്നായി പാട്ടുപാടുമായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്താണ് അവളെ വളർത്തിയിരുന്നത്. രാധയ്ക്ക് തന്റെ അയൽ വീട്ടിലെ സംഗീത അധ്യാപകനായിരുന്ന മോഹൻ സാറുടെ കീഴിൽ സംഗീതം പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പണമില്ലാത്തതിനാൽ അവളെ സംഗീതം അഭ്യസിപ്പിക്കാൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ രാധ പാട്ട് പഠിക്കാനുള്ള തന്റെ തീവ്രമായ ആഗ്രഹം കൊണ്ട് മോഹൻ സാറുടെ ക്ലാസുകൾ ഒളിച്ചു നിന്ന് കേൾക്കുകയും സാർ പരിശീലിപ്പിക്കുന്നത് പോലെ സ്വയം പരിശീലിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മോഹൻ സാറുടെ വിദ്യാർത്ഥിയായ രാധയുടെ കൂട്ടുകാരി സംഗീത അവളോട് പറഞ്ഞു, അടുത്ത മാസം ഞങ്ങൾ വലിയൊരു സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുകയാണ്. 3ാം സ്ഥാനം ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ പേര് മത്സരത്തിന് വേണ്ടി മോഹൻ സാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാധ അവളോട് പറഞ്ഞു, എനിക്കും ആ മത്സരത്തിൽ പങ്കെടുക്കണം. ഇത് കേട്ടയുടനെ സംഗീത തന്റെ കൂട്ടുകാരെ വിളിച്ച് രാധയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഈ മത്സരം കൃത്യമായി ഗുരുവിന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്നതാണ്. ഞങ്ങളെപ്പോലെ പാട്ട് പഠിക്കുന്നവരുടെ കൂടെ മത്സരിച്ച് തോൽക്കാൻ നിനക്ക് നാണമില്ലേ? ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി സംഗീതയും കൂട്ടുകാരും അവിടെ നിന്ന് പോയി. രാധയ്ക്ക് വളരെ വിഷമമായി. അവൾ തന്റെ അച്ഛനോടും അമ്മയോടും തന്റെ ആഗ്രഹം പറഞ്ഞു. അവരും സംഗീതയും കൂട്ടുകാരും പറഞ്ഞ അതേ കാര്യം പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തി. അവൾക്ക് വിഷമമായെങ്കിലും തന്റെ കഴിവിൽ വിശ്വസിച്ചിരുന്ന അവൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പേരുകൊടുത്തു. ഇതറിഞ്ഞ നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും അവളെ കളിയാക്കി. അർഹിക്കാത്തത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിയാണ് അവളെന്ന് പറഞ്ഞു. ചിലർ അവൾക്ക് സമ്മാനം നേടാനുള്ള മോഹം മാത്രമാണെന്ന് കുറ്റപ്പെടുത്തി. എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും അവൾക്ക് വളരെ വിഷമമുണ്ടാക്കി. എന്നാലും അവൾ തന്റെ കഴിവിൽ വിശ്വസിച്ച് ദിവസവും പരിശീലിച്ചു. അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് അവൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. അവളുടെ പാട്ട് മോഹൻ സാറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് എല്ലാവരാലും രാധ കളിയാക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കിയ മോഹൻ സാർ അവളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെ അവളെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് തീവ്രമായി ആഗ്രഹിച്ച് പരിശീലിച്ച രാധ മികച്ചൊരു ഗായികയായി മാറി. ഗുണപാഠം: സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്യുക. മറ്റുള്ളവരുടെ പരിഹാസവും നിരുത്സാഹപ്പെടുത്തലുകളും വകവയ്ക്കാതെ മുന്നോട്ടു പോവുക. അങ്ങനെ ചെയ്താൽ വിജയം ഒരു നാൾ നിങ്ങളെ തേടിയെത്തും.